الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله سبحانه وتعالى സാധുക്കളായ നമ്മുടെ ഈ ഒരുമിച്ചുള്ളവരുടെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇത്. കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആ ഹിജ്റ മുതൽക്ക് വർഷം കണക്കാക്കി വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്ന് പറയുന്നത് പുതിയ വർഷത്തിന്റെ ആരംഭം മുഹറമാണ്. മുഹറം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പവിത്രവും പരിപാവനവും എന്ന് വിശേഷിപ്പിച്ച 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ആ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങളാണ്. ഈ 4 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സുകൃതങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും, അതുപോലെ തന്നെ തിന്മകൾക്ക് വലിയ ശിക്ഷയും ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും സംവിധാനിച്ചിരിക്കുന്നത് ഈ പവിത്ര മാസങ്ങളിൽപ്പെട്ട 2 മാസങ്ങളെ കൊണ്ടാണ്. അതായത് ആരംഭം, വർഷത്തിന്റെ ആരംഭം മുഹറം മുതലാണ്, സമാപനം അവസാനം അത് ദുൽഹിജ്ജയാണ്. രണ്ടും നേരത്തെ പറഞ്ഞ അർബഅത്തുൽ ഹുറും പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട മാസങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംവിധാനിച്ചത്? ഇമാം ഇബ്നു റജബിൽ ഹൻബലി റളിയല്ലാഹു അൻഹുവിന്റെ ലത്വായിഫുൽ മആരിഫിൽ കാണാം, തുടക്കവും ഒടുക്കവും നന്നായി കഴിഞ്ഞാൽ ഇടയിൽ വരുന്ന വീഴ്ചകളെ മാപ്പാക്കാൻ എളുപ്പമുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ പേപ്പർ, ഉത്തര പേപ്പർ അധ്യാപകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ തുടക്ക ഭാഗവും ഒടുക്ക ഭാഗവും കാര്യമായി ഒന്ന് കണ്ടുപിടിക്കും. അതൊക്കെ ഉഷാറായിട്ടുണ്ടെങ്കിൽ ഇടക്കുള്ള ചെറിയ സ്ഖലിതങ്ങളൊക്കെ കണ്ണു ചുമ്മിക്കളയും. ഇതുപോലെ നമ്മുടെ തുടക്കം നന്നാവണം, ഒടുക്കവും നന്നാവണം. എങ്കിൽ ഇടക്ക് സംഭവിച്ചേക്കാവുന്ന ചെറിയ അബദ്ധങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകും. അതിലേക്കുള്ള സൂചനയായിട്ടാണ് ഒരു വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. തുടക്കം പ്രകാശിക്കണം, അപ്പോഴാണ് ഒടുക്കത്തിനും പ്രകാശം ഉണ്ടാക്കുക. മൻ അശ്റഖത് ബിദായതുഹു അശ്റഖത് നിഹായതുഹു. ആരുടെ തുടക്കം പ്രകാശിച്ചു അവന്റെ ഒടുക്കവും പ്രകാശിക്കും. തുടക്കം തന്നെ പാളിക്കഴിഞ്ഞാൽ, ആദ്യമേ പിഴച്ചു പോയാൽ ആ പിഴവ് പിന്നെ അന്ത്യം വരെ പിഴച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തുടക്കം വളരെ കരുതലോടെയും ചിന്തയോടെയുമായിരിക്കണം. മുഹറം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായ ചിന്തകൾക്കും കരുതലുകൾക്കുമൊക്കെ വിധേയപ്പെടേണ്ട ഒരു സമയമാണ്. മുഹറം നേരത്തെ പറഞ്ഞ 4 പവിത്ര മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. ഈ മുഹറം തീർത്തും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു, തൊട്ട ദിവസം നമ്മൾ വരവേൽക്കാൻ പോകുന്ന ദിനം മുഹറം 10-ന്റേതാണ്. അതായത് ബുധനാഴ്ച മുഹറം 10-ആണ്. ഈ മുഹറം 10-ാമത്തെ ദിനമാണ് ഈ മുഹറം മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്ന് പറയുന്നത്. ആ ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. വിശേഷിച്ച് നമുക്കൊക്കെ അറിയാം, മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം കൂടിയെത്തുക മുഹറം 10-മായി ബന്ധപ്പെട്ട നോമ്പും അനുബന്ധ കർമ്മങ്ങളുമാണ്. ആ മുഹറം 10-ന്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ ഹിജ്റ ചെയ്തു നോക്കുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാർ മുഹറം 10-ന്റെ എന്ന് നോമ്പെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസ്ഉമുനഹു, നിങ്ങൾ ഈ നോമ്പനുഷ്ഠിക്കുന്ന ദിവസം എന്താണ്? അതിന്റെ സവിശേഷത എന്താ? ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം എന്താ? ജൂതന്മാർ പറഞ്ഞു, ഹാദാ യൗമുൻ അദീമുൻ, ഇത് വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിനമാണ്. ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫിർഔനിന്റെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മോചനം നൽകിയത്. ഈ ദിവസത്തിലാണ് ഫിർഔനെയും സൈന്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കി കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് നഹ്നു നസൂമുഹു ശുക്റൻ ലില്ലാഹി അലാ ഹാദിഹി നിഅമാ,
അതുകൊണ്ട് വല്ലാത്ത ഒരു നിഅമത്തല്ലേ ഇത്. ആ നിഅമത്തിന് ശുക്റെന്നോണം ഞങ്ങൾ മുഹറം 10 ഇന്ന് നോമ്പെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅമറ ബിസിയാമിഹി. നബി തങ്ങൾ പറഞ്ഞു, ജൂതന്മാരെ, യഹൂദികളെ, നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 ഇന്ന് നോമ്പെടുത്തു. ആ നോമ്പെടുക്കാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ എഴുതി, لأنه يكفر السنة الماضية وعاشوراء بالمد وهو عاشر المحرم. لأنه يكفر السنة الماضية. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിലുണ്ട്, യൗമു അശൂറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തൽ മാദിയാ. ഒരാൾ മുഹറം 10 നോമ്പെടുത്താൽ കിട്ടാവുന്ന പ്രതിഫലം എന്താണ്? നോമ്പ് പൊതുവെ വളരെ പ്രതിഫലമുള്ള മഹത്വമുള്ള അമലാണ്. എല്ലാ അമലിന്റെയും പ്രതിഫലം പറഞ്ഞപ്പോ റബ്ബ് പറഞ്ഞത് എങ്ങനെയാണ്? നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. എല്ലാ കർമ്മങ്ങൾക്കും റബ്ബ് തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. പിന്നെ എന്തിനാണ് നോമ്പിനെ പ്രത്യേകം പറഞ്ഞത്? നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. ഇവിടെ അതിന് പ്രത്യേകം പ്രതിഫലം പറഞ്ഞിട്ടില്ല. അതിനു പുറമെ മുഹറം 10 നോമ്പ് എന്ന നിലക്കുള്ള പ്രത്യേകത എന്താണ്? ലിഅന്നഹു യുകഫിറു സനത്തൽ മാദിയ. കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങളിൽ സംഭവിച്ചു പോയ ചെറിയ ദോഷങ്ങളില്ലേ, ആ ചെറുദോഷങ്ങൾ ഈ മുഹറം 10 നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. അത് നോമ്പ് പൊറുപ്പിക്കുന്നതാണ്. ചെറുദോഷങ്ങളുമുണ്ട്, വൻദോഷങ്ങളുണ്ട്. ചെറുദോഷങ്ങളുമുണ്ട്, വൻദോഷങ്ങളുമുണ്ട്. ആ വൻദോഷങ്ങൾ പൊറുക്കൂല. വൻദോഷങ്ങൾക്ക് നിബന്ധനയത്ത് തൗബ വേണം. ചെറിയ ദോഷങ്ങൾ ഉണ്ടാകും. ആ ചെറിയ ദോഷങ്ങൾ അസംഖ്യമുണ്ടല്ലോ. അത് നമ്മൾ ഇങ്ങനെയുള്ള ചില സുഹൃതങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊറുക്കപ്പെടും എന്ന് ഹദീസിലൊക്കെ ഉണ്ട്. അപ്പൊ മുഹറം 10 നോമ്പെടുത്താൽ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചു പോയ ചെറിയ ദോഷങ്ങളൊക്കെ അത് പൊറുപ്പിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലികൗനി അജ്രിനാ ളിഅഫ അജ്രി അഹ്ലിൽ കിതാബ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറഫ ദിനത്തിലെ നോമ്പ് അത് 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് ഹദീസിലുണ്ട്. അറഫ ദിവസത്തിലെ ദുൽഹിജ്ജ 9 നോമ്പെടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കുന്നതാണ്. അതെന്താ 2 നോമ്പും തമ്മിൽ വ്യത്യാസം? ആ അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായവുമായി മാത്രം ബന്ധപ്പെട്ട നോമ്പാണ്. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും കൂടി നമ്മളോട് കൂറായ നോമ്പാണ്. അപ്പൊ അവരെക്കാൾ ഇരട്ടി പ്രതിഫലം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നാമുമായി മാത്രം ബന്ധപ്പെട്ട നോമ്പിന് 2 വർഷത്തെ പാപം പൊറുപ്പിക്കാനുള്ള ഒരു വക അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്ന് ഇമാമുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മുഹറം 10 എന്ന് നോമ്പെടുക്കണം ഒന്നാമതായി പറയാനുള്ളത്. അന്ന് മനുഷ്യന്മാർ മാത്രമല്ല, വന്യജീവികളും പറവകളുമൊക്കെ നോമ്പെടുക്കാറുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാം. ഇമാം ഇബ്നു റജബുൽ ഹൻബലി തങ്ങളുടെ ത്വായിഫുൽ മആരിഫിലും ഇമാം സുലൈമാനുൽ ജംലി തങ്ങളുടെ ഹാഷിയത്തുൽ ജംലിലൊക്കെ കാണാം. അങ്ങനെ നോമ്പെടുക്കുന്ന ജീവികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഏതായാലും നോമ്പെടുക്കണ്ടേ? അപ്പൊ മുഹറം 10 എന്ന് നോമ്പെടുക്കണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മറ്റൊന്ന് മുഹറം 9 നോമ്പും സുന്നത്താണ്. മുഹറം 9ഉം 10ഉം എന്നല്ലേ പറയല, അവധി അങ്ങനെയുള്ളൊരു മദ്രസക്കൊക്കെ അല്ലേ? 9ന്റെയും നോമ്പ് സുന്നത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ലഇൻ ബഖീതു ഇലാ ഖാബിലിൽ അസൂമന്ന താസിഅ. അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9ന്റെ നോമ്പ് കൂടി ഞാൻ എടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പക്ഷേ നബി സല്ലല്ലാഹു ഫമാത ഖബ്ലഹു, തങ്ങൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയി. പക്ഷെ തങ്ങളുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ മുഹറം 9ന്റെ എന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. മുഹറം 10 കൂടെ 9 കൂടി എടുക്കുന്നതിന്റെ ആചരിക്കുന്നതിന്റെ യുക്തി തത്വം എന്താണ്? ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, അത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. ഒരു കാരണം പറഞ്ഞാൽ, കാരണം എന്താ, മാസം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഒരു ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടാവും.
നമുക്ക് ആ വിവരം കിട്ടിയതും അമ്പിളി തെളിഞ്ഞതൊക്കെ എന്നൈകാരം, 2-ന്റെ എന്നൈകാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോൽക്കുന്ന 9-ന്റെ അന്നായിരിക്കും യഥാർത്ഥത്തിൽ മുഹറം 10 എന്ന് പറയുന്നത്. അപ്പൊ നോമ്പ് വീടി പോകട്ടെ. അന്നൊരു നോമ്പ് ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശ്യം. അന്നൊരു നോമ്പ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് സാധാരണ ആൾക്കാർ ചോദിക്കും, ഈ സുന്നത്ത് നോമ്പിന്റെ ഒപ്പം ഫർദ് നോമ്പ് ഖളാ വിട്ടാൻ പറ്റുമോ? ഫർദ് നോമ്പ് ഖളാ വിട്ടാം. കാരണം ആ ദിനത്തിൽ ഒരു നോമ്പ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശം. ഒരു മസാല പറഞ്ഞാൽ വിശദീകരിക്കാൻ സമയമില്ല. പള്ളിയിലേക്ക് കടന്നു വന്നയാൾക്ക് 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. പള്ളിയിൽ കടന്നയാൾക്ക് 2 റക്അത്ത് തഹയ്യത്ത് സുന്നത്തുണ്ട്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതില്ലാതെ വന്നിരിക്കാൻ പാടില്ല. 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കണം. അപ്പോൾ ഒരാളിപ്പോൾ ജുമുഅക്ക് വന്നു, ജുമുഅയുടെ മുമ്പുള്ള റവാത്തിബ് നിസ്കരിച്ചു. ആ റവാത്തിബ് നിസ്കാരം കൊണ്ട് തന്നെ തഹയ്യത്ത് നിസ്കാരത്തിന്റെ ആ തൊലബ് വീടിപ്പോയി എന്നാണ്. ആ തഹയ്യത്തിന്റെ ബാധ്യത വീടി. പിന്നെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് പ്രത്യേകം കരുതണോ കരുതണ്ടേ എന്നുള്ള ചർച്ച ഇമാമുകൾക്കിടയിലുണ്ട്. കാരണം ആ സമയത്ത് ഒരു നിസ്കാരം ഉണ്ടാകുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉളൂവ് ചെയ്തു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉളൂവിന്റെ 2 റക്അത്ത് വേറെ സുന്നത്തുണ്ട്. അപ്പൊ ഒരാൾ ഇവിടെ ഈ ളുഹറിന്റെ മുമ്പുള്ള അല്ലെങ്കിൽ ജുമുഅയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചാൽ തന്നെ അയാൾക്ക് ഉളൂവിന്റെ സുന്നത്തും വീടിപ്പോയി, അതുപോലെ തന്നെ ഈ റവാത്തിബും വീടിപ്പോയി. അങ്ങനെ ചില മറ്റു നിസ്കാരങ്ങളിൽ കടക്കുന്ന ചില നിസ്കാരങ്ങളൊക്കെ പിന്നെ നമുക്ക് വിശദീകരിക്കാം. ഇനി നമ്മൾ ക്ലാസ് വെച്ചിട്ട് ആളെ കിട്ടിയിട്ടില്ല പറഞ്ഞു കൊടുക്കാൻ. ആളെ നമ്മൾ വലട്ട് പിടിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ആരും കാണാനില്ല. യുവാക്കൾക്ക് ക്ലാസ് വേണമെന്നോ റെഡി എന്ന് പറഞ്ഞപ്പോൾ യുവാക്കളെയും കാണാനില്ല. യുവാക്കൾ ഇതിലുണ്ടായതോടെ ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. അപ്പോ മുഹറം 9-ന്റെ എന്ന് നോമ്പെടുക്കുന്നതിൽ ഒരു ഹിക്മത്ത് എന്താണ്? മാസം കണ്ടിടത്ത് പിഴക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഒന്നത്. മറ്റൊന്ന് മുഖാലഫത്തുൽ യഹൂദ്, ജൂതന്മാരുടെ എതിരാകാൻ വേണ്ടിയിട്ടാ. ഒരു 10-ന്റെ നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ, അവരോടൊരു മുഖാലഫത്ത് പ്രത്യേകം തേടപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരോട് എതിരാകുക. താടി നീട്ടാൻ പറഞ്ഞതിനല്ലേ? താടി വടിക്കരുത്, താടി വെക്കൂ എന്ന് പറഞ്ഞത് എന്തിനാ? വേദക്കാരോട് എതിരാകാൻ വേണ്ടിയിട്ടാണ്. അത്താഴം കഴിക്കൽ സുന്നത്തുണ്ട്. ഒരാൾ പറയണം, എനിക്ക് അത്താഴമൊന്നും വേണ്ട, ഞാൻ നല്ല ആരോഗ്യവാനാണ്. നീ ആരോഗ്യവാനാണോ അല്ലേ വേറെ വിഷയം. അത്താഴം കഴിക്കുന്നതിന്റെ ഹിക്മത്ത് നോമ്പിന് ശക്തി ആർജിക്കൽ മാത്രമല്ല, അതിൽ മുഖാലഫത്തുൽ യഹൂദ് എന്ന് പറയുന്നൊരു സംഗതി കൂടെ ഉണ്ട്. അവരത്താഴല്ല അവർക്ക്, നമുക്കതുണ്ട്. ഈ വേദക്കാരോട് എതിരാകാൻ വേണ്ടിയിട്ടാണ്, ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പല സംഗതിയിൽ ഇപ്പൊ മുഹറം 9-ന്റെ നോമ്പിൽ അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി ഉണ്ട് എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. മുഹറം 11-നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മുഹറം 11-നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തിന്റെ മാസം തന്നെ തീർത്ത് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വിശദീകരിച്ചത് പറഞ്ഞു. അപ്പൊ മുഹറം 10-ന് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, അന്ന് പകലിൽ നോമ്പനുഷ്ഠിക്കുക. 9-ന് നോമ്പനുഷ്ഠിക്കുക, 11-ന് നോമ്പനുഷ്ഠിക്കുക. 9, 10 ഏതായാലും നോമ്പനുഷ്ഠിക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഖുതുബയിൽ ഞാൻ അതൊക്കെ വിശദമായി പറഞ്ഞു, അത്തൗസിഅതു അലൽ അഹ്ലി വൽ ഇയാൽ. നമ്മുടെ ആശ്രിതർക്ക്, ഭാര്യ സന്താനങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണ വിശാലത ചെയ്യുക. ഏറ്റവും നല്ല ഭക്ഷണം, മുന്തിയ ഭക്ഷണം മുഹറം 10-ന് കൊടുക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. കടമുള്ള ആളുകളുണ്ടാകും, സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ടാകും. ഒരു വർഷം മുഴുക്കെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക തികവും ഒക്കെ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശൂറ വസ്സഅ അല്ലാഹു അലൈഹി തൂല സനതിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10-ന്റെ എന്ന് ഒരാൾ തൻ്റെ ആശ്രിതർക്ക് ഭക്ഷണ വിശാലത ചെയ്താൽ ആ വർഷം മുഴുക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശാലത ചെയ്യും, ഞെരുക്കുണ്ടാവൂല. ബുഖ്ല് ഒന്ന് മാറ്റി വെക്കുക, പിശുക്ക് മാറ്റി വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം. ഇപ്പം നമ്മളെ വീട്ടിൽ എന്നും ബിരിയാണി, നെയ്ച്ചോറൊക്കെ കഴിക്കാറ്. ഒരു വെറൈറ്റി ആയിട്ട് ഏറ്റവും മുന്തിയതായിട്ട് അവർക്ക് എന്താ താല്പര്യം, നല്ല ഭക്ഷണം കൊടുക്കുക. ഞാൻ ഖുതുബയിൽ ഓതിയത് നല്ല പാനീയങ്ങളും രുചികരമായ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാം. അത് വളരെ തേടപ്പെട്ട മക്തുലുബായ ഒരു കാര്യമാണ്. അത് സുന്നത്താണ് എന്ന് നമ്മുടെ ഫുഖഹാ അബ്ദുൽ ഹമീദ് ശർവാനി റളിയല്ലാഹു അൻഹു ഒക്കെ തുഹ്ഫയുടെ ഹാഷിയിലും മറ്റുമൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒത്തിരി ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുക, നോമ്പ് തുറക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കുക. രണ്ടാമതൊരു കാര്യം. മൂന്നാമത് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്? സാധുക്കളായ ആളുകൾക്ക് സ്വതക്ക ചെയ്യുക. സാധുക്കളായ ആളുകൾക്ക് സ്വതക്ക പൊതുവെ ഈ നോമ്പിന്റെ കൂട്ടം പറഞ്ഞതുപോലെ തേടപ്പെട്ട മത്ലൂബായ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ഇമാം സുലൈമാനുൽ ജമലി തങ്ങളുടെ ഹാഷിയത്തുൽ ജമലിൽ പറയുന്നു, മുഹറം 10 എന്ന് സ്വതക്ക ചെയ്യൽ പ്രത്യേകം മത്ലൂബായ കാര്യമാണ്.
അപ്പൊ സാധുക്കളായ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, സ്വതക്ക കൊടുക്കുക. അതല്ലെങ്കിൽ സാധാരണ ഗോപിച്ചും മറ്റുമൊക്കെ ചാടിക്കളിച്ചിട്ടൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ അക്രമക്കൊന്ന് മാറ്റിയിട്ട് ഒരു സ്വഭാവ വിശാലത കാണിക്കാനൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. വേറെയും പല കാര്യങ്ങളും മുഹറം 10 ചെയ്യേണ്ടത് എന്ന പേരിൽ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ അടിച്ചു വരും. ഇപ്പോൾ ഒക്കേൻ്റെയും നമ്മളെ എന്താ പറയുക, മസ്ദർ വാട്സാപ്പ് ആയതുകൊണ്ട് അതിലിങ്ങനെ കുറേ ആൾക്കാർ എഴുതി വിടും ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ കിതാബ് നോക്കി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിസാലനെ അറബിയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. 12ഓളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അനാഥകരുടെ തല തടവുക, പണ്ഡിതന്മാരെ സന്ദർശിക്കുക, പ്രത്യേകം കുളിക്കുക, സുറുമയിടുക, എണ്ണ പൂശുക, രോഗിയെ സന്ദർശിക്കുക, നഖം മുറിക്കുക, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അങ്ങനെ പല സംഗതികളും അന്നേ ദിവസം ഉണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ പോലത്തെ നമ്മൾ ഓതുന്ന ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു പലതിൻ്റെയും ഹദീസ് മൗദൂആണ്, ചിലത് മുൻകറാണ്, ചിലത് ദഈഫാണ്. ഈ പറഞ്ഞ കാര്യങ്ങളായി ഇമാമുകളൊക്കെ പറഞ്ഞു. നോമ്പനുഷ്ഠിക്കുക, ഭക്ഷണ വിശാലത ചെയ്യുക, പിന്നെ സ്വതഖ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ സമയമല്ല. അപ്പോൾ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. പ്രത്യേകം എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക, ആശ്രിതർക്ക് ഭക്ഷണ വിശാലതൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പെരുപ്പിക്കാൻ, വർദ്ധിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുമായി ഒരുപാട് കാലം മുഹറം 10 നോമ്പനുഷ്ഠിക്കാനും സുകൃതങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.